വരാതെ ഈ കോമ്പൗണ്ട് ഞങ്ങൾ പുറത്തിറങ്ങില്ല. ഈ കോമ്പൗണ്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ പാമ്പ്ലാനിയും തട്ടിലും വന്ന് ഞങ്ങളോട് പറയണം. ഞങ്ങളോട് മാപ്പ് പറയാതെ ഈ ബസലിക്കയിൽ നിന്ന് ഈ സമൂഹം പുറത്തിറങ്ങില്ലെന്ന് അതിനിഗ്ധമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോലില്ല. നിങ്ങൾ പോലീസുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ നന്നായി നിന്നാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ല എങ്കിൽ ഇന്ന് ഇവിടെ രക്തക്കളം ഒഴിക്കാനും ശരി, ഇവിടെ നിന്ന് ഒരെണ്ണം ഞങ്ങൾ പുറത്തു പോകില്ല. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്. ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കണ്ട. ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തട്ടിലും പാമ്പ്ലാനിയും വന്ന് ഇവിടെ വന്ന് മാപ്പ് പറയണം ഈ സീറോ മലബാർ സഭയുടെ വിശ്വാസികളോട്. അല്ലാതെ ഇവിടുന്ന് ഞങ്ങൾ പുറത്തു പോകില്ലെന്ന് പറയുന്നു. ഞങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളോട് എന്ത് തെറ്റ് ചെയ്തത്? ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധിച്ചു. പ്ലാമ്പാനി പിതാവാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഈ സഭാ വിശ്വാസികളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് പ്ലാമ്പാനി പിതാവാണ് അറസ്റ്റ് ചെയ്യിച്ചത്. ഞങ്ങളോട് എന്ത് തെറ്റ്? ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങളിവിടെ പ്രതിഷേധിക്കുമായിരുന്നു. ഞങ്ങൾ പോലീസുകാരുടെ അടുത്ത് മിക്കട്ടേറിയോ? പോലീസുകാരെ ഉപദ്രവിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വിമതന്മാരുടെ വൈദികർ പോലീസുകാരെ വരെ നട്ടല്ലോ വാരിയിൽ ഒടിച്ച ആൾക്കാർ ക്രിമിനൽസ് വരെ ഇപ്പൊ കയറിയേക്കുവാണ്. അപ്പൊ ഇവർക്കൊന്നും കാണുന്നില്ല. ഇവര് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? പ്ലാമാനി പിതാവ് റാഫി തട്ടി പിതാവും വരാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് ഞങ്ങൾ ചത്താലും ഞങ്ങൾ ഇവിടെ ഇറങ്ങൂലേ? ഇനി അതെ, ഈ പിതാക്കന്മാര് തന്നെയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. ഈ സസ്പെൻഷനുള്ള വൈദ്യർക്ക് നടപടിയെടുത്തത് ഞങ്ങളെ വിശ്വാസികൾ ആരും അല്ലല്ലോ എടുത്തത്. ഈ പിതാക്കന്മാര് തന്നെയാണ് ഈ സസ്പെൻഷനുള്ള വൈദ്യർക്ക് നടപടിയെടുത്തത്. ഈ സിനഡ് പിതാക്കന്മാർ ഇവരെല്ലാ പ്രാവശ്യം മൗണ്ടിൽ ഇവര് സിനഡ് കൂടുമല്ലോ. ഈ സിനഡിൽ ഇവർ ഓരോ തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെന്തിനും തീരുമാനങ്ങൾ പുറത്തുവിടുന്നു. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഈ കുർബാന ക്രമം എങ്ങനെയാക്കിയത്? ഈ പിതാക്കന്മാർ തന്നെയാണ് ഞങ്ങൾ ഈ തെരുവിലിറക്കിയേക്കണത്. ഇപ്പൊ പിതാക്കന്മാർ, സിനഡ് പിതാക്കന്മാരും എല്ലാ പിതാക്കന്മാരും ഇതിന്റെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇത് പ്ലാമാനി പിതാവ് വിശ്വാസികളെ തല്ലി തെറിക്കാൻ ചെയ്ത പണിയാണ്. ഇതൊന്നും കണ്ട് ഞങ്ങൾ വിശ്വാസികളെ പേടിക്കില്ല. കണ്ണൂർക്കാരും കൊണ്ടാ. ആ മെത്രാനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. കണ്ണൂരും തലശ്ശേരിയിലും കളിക്കുന്ന പോലെ എറണാകുളത്ത് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അത് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. ഇവിടുത്തെ സിനഡ് മെത്രാന്മാരോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾ സമവായമൊന്നും പറഞ്ഞുകൊണ്ട് വന്നാൽ എല്ലാ പള്ളികളും ഞങ്ങൾ പൂട്ടിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയില ഇത് ഞങ്ങളുടെ കട്ടയാണ്. എല്ലാ പള്ളികളും ഞങ്ങൾ പൂട്ടിക്കും. ഈ മെത്രാസ്ഥാനത്ത് അരപ്പെട്ട കെട്ടണമെങ്കിൽ സമൂഹം ഉണ്ടാവണം, വിശ്വാസ സമൂഹം. ആ വിശ്വാസ സമൂഹമില്ലാത്തൊരു കളിക്ക് നിങ്ങൾ നിന്നാൽ നിങ്ങൾ ചീഞ്ഞ നാറും. ഇത് നിങ്ങൾക്കുള്ള വാണിംഗ് ആണ്. എന്തായാലും ഈ രീതിയിൽ പ്രതിഷേധം തുടരുകയാണ്. അവർ വളരെ അസന്നിഗ്ധമായിട്ട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സഭാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയുള്ള ഒരു നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ മറ്റ് വിശ്വാസികൾക്കെതിരെ ഇപ്പോൾ നടന്നിരിക്കുന്നത് സഭാപിതാക്കന്മാരുടെ നടപടികൾ അവർ പറയുന്നത് ബിഷപ്പുമാരെ ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. ആ രീതിയിലേക്ക് ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം മാറിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും ആരും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ അപ്പോസ്റ്റലിക് വികാരിയും രണ്ടുപേരും തങ്ങളോട് മാപ്പ് പറയണം. ഈ വിഷയത്തിൽ ഈ ഉണ്ടായിരിക്കുന്ന അതാണ് സാഹചര്യം. ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാൻ സമിതി യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസികളുടെ പ്രതിഷേധം അത് ആ രീതിയിൽ തുടരുകയാണ്. പോലീസിൻ്റെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്. യോഗം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പിതാക്കന്മാർ എത്താതെ പിരിഞ്ഞു പോകില്ല എന്നാണ് വിശ്വാസികൾ നിർബന്ധം പിടിക്കുന്നത്. അതനുസരിച്ച്